ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൽസ് ടു ഗോ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ കൊണാർക്കിലെ കാഴ്ചകളാണല്ലോ നാം കണ്ടത്. കൊണാർക്കിൽ നിന്ന് ഒറീസയിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ പുരിയിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള ഹോട്ടൽ ബ്ലൂ ലില്ലി എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്ന് തങ്ങുന്നത്. ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയായി. അപ്പർ ടെറസിന് ഇരുവശവുമായി നിരവധി റൂമുകളുള്ള നല്ലൊരു ഹോട്ടലാണ് ബ്ലൂ ലില്ലി. വിശാലമായ മുറികളിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5:30 ഒരു പ്രത്യേക കാഴ്ച പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങളെങ്ങനെ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് എത്തി. പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ ഗോപുരം ഇതാ ഞങ്ങളങ്ങനെ കൺമുന്നിൽ കാണുകയാണ്. പുരി നഗരം തന്നെ നിലനിൽക്കുന്നത് ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചാണ്. ഏകദേശം 1.5 ലക്ഷം ആളുകളാണ് ഈ നഗരത്തിൽ വസിക്കുന്നത്. 12ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 3 വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ജഗന്നാഥൻ അഥവാ കൃഷ്ണൻ, സഹോദരനായ ബലഭദ്രൻ, സഹോദരി സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങളാണിവ. ഞാൻ നേരത്തെ ഒരു ചടങ്ങിനെ പറ്റി സൂചിപ്പിച്ചിരുന്നില്ലേ? ആ പ്രത്യേക ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു സംഘം പൂജാരിമാർ ഈ ക്ഷേത്രത്തിന്റെ താഴികക്കുടത്തിൽ കയറുകയും അവിടെയുള്ള കൊടിക്കൂറ മാറ്റുകയും ചെയ്യുന്നു. വർഷങ്ങളായി തുടരുന്ന ഒരു ആചാരമാണിത്. ഏകദേശം 45 നില കെട്ടിടത്തോളം ഉയരമുണ്ട് ഈ ക്ഷേത്രത്തിന്. ആചാരപ്രകാരം ഒരു ദിവസമെങ്കിലും ഈ പതിവ് മുടക്കിയാൽ അടുത്ത 18 വർഷത്തേക്ക് ക്ഷേത്രം അടച്ചിരിക്കണം എന്നാണ്. പുരി നഗരത്തിന്റെ ഏത് കോണിൽ നിന്നാലും നിങ്ങൾക്ക് ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ച സുദർശന ചക്രം കാണുവാൻ കഴിയും. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്ഥാപിച്ചത്. 1 ടൺ ഭാരമുള്ള ഇത്രയും കട്ടിയുള്ള ലോഹം എങ്ങനെ ഒരു യന്ത്ര സാമഗ്രികളില്ലാതെ മനുഷ്യശക്തി മാത്രം ഉപയോഗിച്ച് ഇവിടെ സ്ഥാപിച്ചു എന്നതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ഒരു സൂചനയുമില്ല. നിങ്ങൾ എവിടെ നിന്ന് നോക്കിയാലും ഈ സുദർശന ചക്രം നിങ്ങളെ അഭിമുഖീകരിക്കുന്നതായി തോന്നുന്ന വിധത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഒരു ദിവസം പുരി ജഗന്നാഥ ക്ഷേത്രം കാണുവാൻ എത്തുന്നത്. ഈ തിരക്ക് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വിനോദസഞ്ചാരികളായും ഭക്തന്മാരായും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തുള്ള വഴിയോര കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാം. അത്ര വൃത്തിയായിട്ടല്ല ഇവിടെ ചില ഭക്ഷണങ്ങൾ ഒരുക്കുന്നത്. അത് ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് നടന്ന് സമയം പോയതറിഞ്ഞില്ല. രാത്രിയായെങ്കിലും തിരക്കിന് കുറവൊന്നുമില്ല. അടുത്തുള്ള വഴിയോര കച്ചവടക്കാരിൽ നിന്നും സുവനിയേഴ്സ് വാങ്ങുന്ന തിരക്കിലാണ് റെജിയേട്ടനും സൺലേട്ടനുമൊക്കെ. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ മോഡലിനാണ് കൂടുതൽ ഡിമാൻഡ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് തിരിക്കുകയാണ്. ടുക് ടുക് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഇലക്ട്രിക് ഓട്ടോയിലാണ് സഞ്ചാരം. 200 രൂപ കൊടുത്താൽ ഞങ്ങൾ 5 പേർക്ക് ഹോട്ടലിലേക്ക് എത്താം.
ഇത്തരത്തിലുള്ള റിക്ഷയും ടൂ വീലറും മാത്രം സഞ്ചരിക്കുന്ന ചെറിയ ചെറിയ വഴികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഗല്ലികൾക്ക് സമാനമായ ഈ പ്രദേശങ്ങളിൽ അത്രയ്ക്ക് വൃത്തിയുള്ളതല്ല. എങ്കിലും യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ആ ടുക് ടുക് വണ്ടിയിൽ ചെറിയ വഴികളിലൂടെ നീങ്ങി ഗ്രാമീണരുടെ വീടുകളുടെ മുന്നിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി. ക്ഷേത്രത്തിന് സമീപം താമസ സൗകര്യം കുറവാണ്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോട്ടൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും പുരിയിൽ വരുന്നവർക്ക് അനുയോജ്യമായ ഒരു ഹോട്ടൽ തന്നെയാണ് ബ്ലൂ ലില്ലി. അടുത്ത ദിവസം രാവിലെ ഹോട്ടലിലെ റെസ്റ്റോറന്റ് ഏരിയയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമാണിപ്പോൾ. മികച്ച നിലവാരമുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് ബ്ലൂ ലില്ലി. അതുകൊണ്ട് നല്ല വിഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കോംപ്ലിമെന്ററി ആയിട്ടാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഭിച്ചത്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ തുടങ്ങിയ എല്ലാ വിഭവങ്ങളും രുചികരമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഇനി പോകുന്നത് ഒറീസയിലെ പ്രധാനപ്പെട്ട ഒരു മഠത്തിലേക്കാണ്. ഹിന്ദുമതവും അദ്വൈത വേദാന്തവും സംരക്ഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും തത്വചിന്തകനും സന്യാസിയുമായ ആദിശങ്കരൻ സ്ഥാപിച്ച 4 മഠങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിലൊന്നാണ് പുരിയിലെ ശങ്കരാചാര്യ മഠം. ശൃംഗേരി, ദ്വാരക, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് മറ്റുള്ള 3 മഠങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പുരിയിലുള്ള ഈ മഠത്തിന്റെ പേര് ഗോവർദ്ധൻ മഠം എന്നാണ്. പ്രധാന കവാടം കടന്നെത്തുന്നത് ഒരു വലിയ മുറ്റത്തേക്കാണ്. അവിടെ നിന്ന് നേരെ നടന്ന് ഈ കാണുന്ന മന്ദിരത്തിലെത്തിയാൽ ശങ്കരാചാര്യരുടെ ശ്രീകോവിൽ നമുക്ക് കാണാം. പിന്നീട് കയറി ചെല്ലുന്നത് നിരവധി പടവുകളുള്ള ഒരു കുളത്തിന്റെ സമീപത്തേക്കാണ്. ഭക്തർക്ക് ധ്യാനത്തിലിരിക്കാനുള്ള ഒരു മണ്ഡപവും ഇവിടെ നമുക്ക് കാണാം. ആദി ശങ്കരാചാര്യരുടെ പാരമ്പര്യങ്ങൾ പാലിച്ചുകൊണ്ട് പുരി മഠാധിപതി ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ നിശ്ചലാനന്ദ സരസ്വതി മഹാരാജ് രാജ്യത്തിന്റെ മൂല്യങ്ങളും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി ധർമ്മസംഘ പരിഷത്ത്, ആദിത്യവാഹിനി, ആനന്ദവാഹിനി തുടങ്ങിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ കീഴിലാണ് പരമോന്നത സനാതന ധർമ്മം എല്ലായ്പ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇന്നും ശങ്കരാചാര്യരുടെ 4 പീഠങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെ പ്രകീർത്തിക്കുന്നു. വൈദിക സംസ്കാരത്തിന് അസ്തിത്വപരമായ ഒരു വേദി നൽകിക്കൊണ്ട് അദ്ദേഹം യുഗങ്ങൾക്ക് ശക്തമായ അടിത്തറ പാകി. സനാതനധർമ്മം ശാശ്വതവും ലോകത്തിനാകെ ഐശ്വര്യപ്രദവുമാണ്. പുരി ജഗന്നാഥനെ ദർശിച്ച ശേഷം പുരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബ്ലൂ ലില്ലി ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്യുകയാണ്. ഒറീസയിലെ മറ്റൊരു പട്ടണമായ ബ്രഹ്മപൂരിലേക്കാണ് ഇനി യാത്ര ചെയ്യുന്നത്. ഒരു ഓട്ടോയിൽ കയറി പുരി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് ബ്രഹ്മപൂരിലേക്ക്. ഒറീസയിലെ 2ാമത്തെ വലിയ പട്ടണമാണ് ബ്രഹ്മപൂർ. പുരിയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വികസിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. സ്റ്റേറ്റ് ഹൈവേകളും പാതയോരങ്ങളും നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് 3 മണിക്കൂർ ഒരു യാത്രയാണ്. ഇതാ
ഞങ്ങൾ അങ്ങനെ ബ്രഹ്മപൂരിലെത്തി. ഒന്ന് ഫ്രഷായി താമസിക്കുന്ന ഹോട്ടലിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. ഡിന്നർ കഴിക്കേണ്ട സമയമായിരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഗംഭീര കരോക്കെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. ആ ആഘോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നു. कभी अलविदा ना कहना, कभी अलविदा ना कहना, चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना, चलते चलते मेरे ये गीत याद रखना, कभी अलविदा